ഈ സമയത്ത് തന്നെ ആ സിനിമ ഇറക്കിയതും റിലീസ് ചെയ്തതും ഒക്കെ വളരെ ഗംഭീരമായി അത് ജനങ്ങൾ കൃത്യമായി മുഖത്തടിക്കാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ മോഹൻലാലിനെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണമൊക്കെ നടക്കുന്നുണ്ട്. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു വിമർശനം എങ്ങനെയാണ്, അതായത് ഈ വിധി വരുന്നതിന് മുമ്പായിരിക്കുമല്ലോ മോഹൻലാൽ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവുക, എന്തിനായിരിക്കും ലാലേട്ടനൊക്കെ ഇങ്ങനെ ഒരു ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചത് എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള മോഹൻലാൽ ഫാൻസിലെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ പോലും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സത്യത്തിൽ മോഹൻലാൽ ഇത് ഇറന്നു മേടിച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെ? അതെ അതെ, അതായത് ജനങ്ങൾ കുറച്ചുകൂടി ഉയർന്ന ചിന്താഗതിയിലേക്ക് വരുന്നുണ്ട്. അതായത് നാട്ടിലെ നേതൃത്വം അത് ബഹുതലത്തിൽ പ്രവർത്തിക്കുന്ന നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വമാവട്ടെ, സാമൂഹ്യ നേതൃത്വമാകട്ടെ, കായിക രംഗത്തുള്ള നേതൃത്വമാകട്ടെ, ഈ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇന്ന രീതിയിൽ ഈ സമൂഹത്തോട് പെരുമാറണം, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തോട് ഇന്ന നിലപാടെടുക്കണം. ആ നിലപാടെടുക്കണം എന്ന് നമ്മൾ എന്തടിസ്ഥാനത്തിലാണ്? രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ഇന്ന രീതിയിൽ പ്രതികരിക്കണം, അവർ ഇന്ന രീതിയിൽ സംസാരിക്കണം, അവർ ഇന്ന ആളോട് പക്ഷം ചേരണം, ഇന്ന പ്രശ്നത്തോട് പക്ഷം ചേരണം, എമ്പതറ്റിക് ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ചില വിഭാഗങ്ങൾ ആളുകളുണ്ട്. ആ നേതൃത്വത്തിൽപ്പെട്ട ആളുകളിൽ ഒരാളാണ് സിനിമാ ലോകത്ത് നമ്മളൊക്കെ ആരാധിക്കുന്ന, ആരാധനയോടുകൂടി വലിയ വ്യക്തിപരമായി അദ്ദേഹത്തിന് ധാരാളം കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അപ്പോൾ പോലും വലിയൊരു സമൂഹം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, മോഹൻലാൽ ആവട്ടെ, ബഹുമാനപ്പെട്ട മമ്മൂട്ടി ആവട്ടെ, ആരാവട്ടെ, ഇവരിൽ നിന്ന് ഇവർ പറയുമ്പോൾ നമ്മൾ കുറെ മനുഷ്യർ ആ കാര്യത്തോട് ചില നിലപാടോടുകൂടി പറയുന്നു എന്നാണ് ധരിക്കുക. എന്റെ മോഹൻലാൽ പറഞ്ഞു, മമ്മൂട്ടി പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. ആ ഒരു സാഹചര്യം ഈ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആ സമയത്ത് ഇന്നലെ ഉയർന്നു വന്ന അല്പം ചില നടന്മാരുണ്ട്, അല്ലെങ്കിൽ ചില അതെ സംവിധായകരുണ്ട്, സ്ത്രീകളായിട്ടുള്ള അഭിനേത്രികളുണ്ട്, അവരൊക്കെ നിലപാടെടുത്തു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരാണ് ഈ സമൂഹത്തിന് ആവശ്യം. കലാ രംഗത്താവട്ടെ, രാഷ്ട്രീയ രംഗത്താവട്ടെ, സാമൂഹ്യ സാംസ്കാരിക രംഗത്താവട്ടെ, ഏതൊക്കെ ഉയർന്ന വ്യക്തിയാണെങ്കിലും ഉന്നത പദവി ആർജിക്കുന്നത് ഉണ്ടെങ്കിലും ആ ഉന്നത പദവി കൊടുത്തിട്ടുള്ളത് ഈ സമൂഹമാണ്. അവർക്ക് ആ ഉന്നത പദവി വന്നത് എങ്ങനെയാണ്? ഇപ്പോ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വലിയ നടന്മാരായി നമ്മുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ, സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ, അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ, അത്തരം ചില വിഷയങ്ങൾ, ചിലപ്പോ കുടുംബ വിഷയങ്ങളാവാം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളാവാം, രാഷ്ട്രീയ രംഗത്തുള്ള മൂല്യച്യുതിയാവാം, ഇതിനെയൊക്കെ അബ്രവാളികളിൽ ചിത്രീകരിക്കുമ്പോൾ അവിടെയൊക്കെ ഈ വ്യത്യസ്തമായ അനീതികളെ അവർ ഒരു അഭിനയത്തിലൂടെ പ്രതികരിച്ച് വരുന്നു. അവിടെ നമ്മൾ കയ്യടിക്കുകയാണ്. ആ കയ്യടി എന്ന് പറയുന്നത് ഇതിലെ ആ പ്രമേയത്തിൽ അനീതിക്കെതിരെയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി മോഹൻലാൽ ആവാം, ചിലപ്പോ മമ്മൂട്ടി ആവാം, ഒരു കാലഘട്ടത്തിൽ സുരേഷ് ഗോപി ആവാം. ഇങ്ങനെയൊക്കെയാണ് ഇവര് താരങ്ങളായി വലിയ ആളുകളായിട്ട് ഉയർന്നു വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. നമ്മുടെ ഈ കാഴ്ചയും നമ്മുടെ മനസ്സും ഒക്കെ ആയിട്ട് താതാത്മ്യം പ്രാപിച്ച് റിയാലിറ്റി നമ്മൾ മറന്നു പോവുകയാണ്. ഇവര് അഭിനയിക്കുകയാണ് എന്നുള്ള റിയാലിറ്റി പോലും നമ്മൾ മറന്നുകൊണ്ട്, അങ്ങനെ മറക്കാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ ഇവര് വലിയ നടന്മാരും വലിയ നടികളും ആകുന്നത്. നമ്മളെ അങ്ങനെ മറക്കാൻ അവര് ശ്രമിപ്പിക്കുകയും നമ്മൾ മറന്നു പോവുകയും, നമ്മൾ ചിലപ്പോ ഇവരുടെ പ്രവർത്തനം കണ്ട് കൈയടിക്കുന്നു, ചില സമയത്ത് കരയുന്നു, ഇവർക്ക് ഇടികൊള്ളുമ്പോൾ നമ്മൾ കരയുന്നു. ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേക കഴിവാണ്. പക്ഷെ അതിനപ്പുറം സാധാരണ മനുഷ്യർ കരുതുന്നത് ഇവരിങ്ങനെയൊക്കെ ആവണം, അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വം ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അവരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ, അതും ഒരു ഇടത്തരക്കാരിയൊന്നുമല്ല, പ്രമുഖയായി നിൽക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ ഇങ്ങനെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ കെണിവെച്ച് വീഴ്ത്തുകയാണ്. കെണിവെച്ച് വീഴ്ത്തി ഒരു സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ ചിലപ്പോ ഈ സിനിമയിലും അതുപോലെ തന്നെ മറ്റ് ചിത്രീകരണങ്ങളിലും ഒക്കെ റേപ്പിനെ നമ്മൾ കാണിക്കാറുള്ളത് ആ സ്ത്രീ കീഴടങ്ങുന്നു, പിന്നെ ആ റേപ്പിന് എന്ന് വെച്ചാൽ സ്വാഭാവികമായി അത് ഉൾക്കൊള്ളുന്നു എന്നുള്ള ധാരണയാണ് ഈ ചിത്രീകരണത്തിൽ കൊടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിൽ, അതൊരു കുടുംബ ബന്ധത്തിൽ പോലും ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വാഭാവികമായ
ലൈംഗിക ബന്ധത്തിൽ പോലും മാനസികമായി ഒരുങ്ങാതെ ഒരു സ്ത്രീക്ക്, ഇത് പുരുഷനാണെങ്കിലും അങ്ങനെയെന്നാണ് എന്റെ തോന്നല്, ആ ഒരു ആ അവസ്ഥയെ സ്വാഭാവികമായി അനുഭവിക്കാൻ കഴിയില്ല. അങ്ങനെയല്ലാത്തൊരു സാഹചര്യമാണ് റേപ്പിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് അവര് ജോലി കഴിഞ്ഞ് തിരിച്ചു പോരുന്നു, സ്വാഭാവികമായി എനിക്ക് കിട്ടും സേഫ് ആയിട്ടുള്ളൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ് ഞാൻ പോകുന്നത് എന്ന് ധരിച്ചുകൊണ്ടാണ് ഈ നടി പോരുന്നത്. അവിടെയാണ് ഇടയ്ക്ക് വെച്ച് പല പല സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു, ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, തികച്ചും സിനിമാ രംഗങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവരെ ഈ 5-6 പേര് ചേർന്ന് ഇവരെ ഉപദ്രവിക്കുന്നു, റേപ്പ് ചെയ്യുന്നു, അത് വീഡിയോ എടുക്കുന്നു. ആ സന്ദർഭങ്ങളിലൊക്കെ ഇവർ പറയുമ്പോഴൊക്കെ ഈ പൾസർ സുനി എന്ന് പറയുന്ന 1-ാം പ്രതി പറയുന്നത്, ഞാൻ കൊട്ടേഷൻ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് പണം തന്നിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്യണം. ഇപ്പൊ ഇവര് പറഞ്ഞ അവര് തന്നതിനേക്കാൾ കൂടുതൽ പണം ഞാൻ തരാം. അപ്പൊ പണമല്ല പ്രശ്നം, ഇതൊരു വിരോധമാണ്, വ്യക്തിവിരോധമാണ്. ആ വ്യക്തിവിരോധത്തിന്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഈ 1-ാം പ്രതി തന്നെ സാക്ഷി കൊടുക്കുന്നത്, അവിടെ പറയുന്നത്, പ്രതികരിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്ര ക്രൂരമായ ഒരു സംഭവം തങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന, ജോലിയെടുക്കുന്ന, അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് ഇവരൊക്കെ കാണിച്ച ഒരു മൗനം, അത് ഈ നടന്മാരായിട്ടുള്ള മോഹൻലാൽ ആവട്ടെ, മമ്മൂട്ടി ആവട്ടെ, മൗനം പാലിച്ചിട്ടുള്ള എല്ലാ മഹാന്മാരും വലിയ ആ മഹത്തരമായ ഒരു കുറ്റമാണ് ചെയ്തത്. മഹത്തരമായ ഇൻവെർട്ടഡ് കോമ, മഹത്തായ കുറ്റം ആ പെൺകുട്ടിയോട് മാത്രമല്ല, ആ സിനിമാ നടിയോട് മാത്രമല്ല അവര് കുറ്റം ചെയ്തിട്ടുള്ളത്, ഈ സമൂഹത്തിലുള്ള ഓരോ മനുഷ്യരോടും ചെയ്ത കുറ്റമാണ് അവരുടെ മൗനം. അപ്പോ അതിന് അവർക്ക് എന്താ പറയാ എനിക്കറിയില്ല. എന്തിന്റെ പേരിൽ പല ന്യായീകരണങ്ങൾ ഉണ്ടാവാം. ചിലപ്പോ മോഹൻലാൽ ഇതിൽ അഭിനയിച്ചതിന്റെ പല ന്യായീകരണങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ ന്യായീകരണങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ മമ്മൂട്ടിയുടെ ചിത്രം വന്നു, മമ്മൂട്ടിയുടെ ചിത്രം എപ്പോ വന്നാലും ഞാൻ പോയി കാണാറുണ്ട്. പക്ഷെ എന്റെ മനസ്സനുവദിച്ചില്ല ഇപ്രാവശ്യം പോവാൻ. പോകണ്ട, ഞാനിവിടെ പറഞ്ഞു, എന്റെ വീട്ടിൽ പറഞ്ഞു ഇപ്രാവശ്യം പോകണ്ട. അപ്പോ അത് ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ച് അതിനൊന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ അത് എൻ്റെ ഒരു നിലപാടാണ്. അപ്പൊ പലർക്കും മാനസികമായി, ഞാൻ സംസാരിച്ചപ്പോ എല്ലാവർക്കും മാനസികമായി ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു പ്രമുഖ സംവിധായകയുമായി ഞാൻ സംസാരിക്കണിടയ്ക്ക്, അപ്പൊ ഞാൻ അവരോട് ഇത് ഷെയർ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു, ടീച്ചറെ, പലരും, എത്രയോ ആളുകൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ്, അങ്ങനെ ഒരു നിലപാടെടുത്താൽ, ഞാൻ പറയുന്നു ശരിയാണ്, പക്ഷേ ഇതെന്റെ മനസ്സിലെ വേദനയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു നിലപാടാണ്. അത് പ്രതിഫലിപ്പിക്കുക എന്നുള്ളത്, പ്രതികരിക്കുക എന്നുള്ളത് ഞാൻ ഈ സംഭവത്തോട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്, ഈ സമൂഹത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്.